മുഖ്യമന്ത്രിയുടെ സെക്രട്ടറിയായി ഡോക്ടർ രത്തൻ യു ഖേൽക്കർ ഇന്ന് ചുമതലയേൽക്കാൻ പോവുകയാണ്. അവധി ദിവസമാണെങ്കിലും ഇന്ന് തന്നെ ചുമതലയേൽക്കണമെന്ന് മുഖ്യമന്ത്രി നിർദ്ദേശിച്ചതിനെ തുടർന്നാണ് ഈ തീരുമാനം. മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ പദവിയിൽ നിന്നും നേരിട്ട് സെക്രട്ടറി പദവിയിലേക്ക് വരുന്നത് രാഷ്ട്രീയ വിവാദത്തിന് വഴിവെച്ചിട്ടുണ്ട്. കൂടുതൽ വിവരങ്ങളുമായി എബി ചേരുകയാണ് ഇപ്പോൾ. എബി, ഈ രത്തൻ യു ഖേൽക്കർ മുഖ്യമന്ത്രിയുടെ സെക്രട്ടറിയായി ചുമതലയേൽക്കാൻ പോകുന്നു. ഇന്നിപ്പോൾ ഒരു അവധി ദിവസമാണ്, ഞായറാഴ്ചയാണ്. പക്ഷേ മുഖ്യമന്ത്രി വി ഡി സതീശൻ പറഞ്ഞിരിക്കുന്നു ഇന്ന് തന്നെ ചുമതലയേൽക്കണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. CPM പറയുന്നത് ഇതൊരു ഉപകാര സ്മരണയാണ്, ഉദ്ദിഷ്ടകാര്യത്തിന് ഉപകാര സ്മരണയാണ് എന്നൊക്കെയാണ് പറയുന്നത്. എങ്ങനെ പോകും കാര്യങ്ങൾ? മായ, ഈ തീരുമാനം അതിനെതിരെ ശക്തമായ രീതിയിലുള്ള വിമർശനങ്ങൾ കഴിഞ്ഞ ദിവസങ്ങളിൽ തന്നെ വന്നിരുന്നു. ഇത്തരത്തിലൊരു നടപടിയിലേക്ക് കടക്കുന്നു എന്നുള്ള ഒരു കാര്യത്തിന്റെ സൂചന വന്നപ്പോൾ തന്നെ വിമർശനങ്ങൾ ഉയർന്നിരുന്നു. ഇന്നലെ വൈകുന്നേരത്തോടു കൂടിയാണ് ഈ രത്തൻ യു ഖേൽക്കറിന്റെ നിയമനവുമായി ബന്ധപ്പെട്ട ഉത്തരവ് ഔദ്യോഗികമായി തന്നെ പുറത്തു വന്നിരിക്കുന്നത്. എന്തായാലും ഇന്ന് അദ്ദേഹം ചുമതലയേൽക്കുകയാണ്. ചുമതലയേൽക്കുന്നത് ഇന്ന് ഞായറാഴ്ച ദിവസമാണ്, അവധി ദിവസമാണ്. പക്ഷേ ഇന്ന് തന്നെ ചുമതലയേൽക്കണമെന്നുള്ള മുഖ്യമന്ത്രിയുടെ നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇന്ന് ഈ ഒരു നടപടിയിലേക്ക് കടക്കുന്നത്. ഈ സംഭവത്തിൽ വലിയ രീതിയിലുള്ള വിമർശനങ്ങളാണ് പ്രതിപക്ഷം ഇപ്പോൾ ഉന്നയിക്കുന്നത്. CPM-ഉം CPI-യും ഉൾപ്പെടെയുള്ള പാർട്ടികൾ ഇതിനെതിരെ ശക്തമായി തന്നെ രംഗത്ത് വരുന്ന സ്ഥിതിയുണ്ട്. ഈ ഒരു നടപടിക്ക് പിന്നിൽ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഉദ്ദിഷ്ട കാര്യത്തിന് ഉപകാര സ്മരണ എന്നുള്ള നിലയിലുള്ള ഒരു കാര്യമാണ് ഉണ്ടായിരിക്കുന്നത്. ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് അദ്ദേഹം എടുത്തിട്ടുള്ള നിലപാടുകൾ, രത്തൻ യു ഖേൽക്കർ എടുത്തിട്ടുള്ള നിലപാടുകൾ ഉൾപ്പെടെ പരിശോധിക്കേണ്ടതാണ്. ഈ തെരഞ്ഞെടുപ്പിന്റെ സമയത്ത് അദ്ദേഹം പക്ഷപാതപരമായി തന്നെ ഇടപെടുകയും ചെയ്യുന്ന നിലയുണ്ടായി തുടങ്ങിയിട്ടുള്ള ആരോപണങ്ങളാണ് പ്രതിപക്ഷത്തിന്റെ ഭാഗത്തു നിന്ന് ഇപ്പോൾ ഉണ്ടാകുന്നത്. വോട്ട് ചേർക്കുക, നിരവധിയായിട്ടുള്ള വോട്ടുകൾ വെട്ടുക തുടങ്ങിയിട്ടുള്ള നടപടികൾ, ഒപ്പം തന്നെ ഈ വോട്ട് ചേർക്കുന്നതിന്റെ കാലതാമസം അല്ലെങ്കിൽ ആ കാലാവധി തീരുന്നതിന് മുമ്പ് തന്നെ അത് അവസാനിപ്പിക്കുക തുടങ്ങിയിട്ടുള്ള നിരവധിയായിട്ടുള്ള നടപടികൾ അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്ന് വന്നിട്ടുണ്ട് എന്നുള്ളൊരു കാര്യം സൂചിപ്പിക്കുന്നു. ഒപ്പം തന്നെ SIR ഉൾപ്പെടെ ഇദ്ദേഹം എടുത്തിട്ടുള്ള നിലപാടുകൾ അതും സംശയാസ്പദമാണ് എന്നുള്ള കാര്യമാണ് നിലവിൽ ചൂണ്ടിക്കാണിക്കുന്നത്. ആ നിലയ്ക്കുള്ള വിമർശനങ്ങൾ CPM-ഉം CPI-യും ഈ ഘട്ടത്തിൽ ഉയർത്തുന്നുമുണ്ട്. ഇതിനെ തുടർന്നാണ്, അല്ലെങ്കിൽ ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് ഇനിയിപ്പോൾ വലിയ വിമർശനത്തിന് പോകുന്ന പ്രതിപക്ഷം ഒന്ന് ആലോചിക്കണം. അവരുടെ കാലത്തും അവരുടെ അന്നത്തെ മുഖ്യമന്ത്രിക്ക് താല്പര്യമുള്ള ആളുകളെ തന്നെയാണ് സെക്രട്ടറിയായി നിയമിച്ചത്. അത് തന്നെയല്ലേ ഇപ്പോൾ വി ഡി സതീശനും ആവർത്തിച്ചുള്ളൂ. ആ നിലയ്ക്ക് ഓരോ സർക്കാർ വരുമ്പോഴും സ്വാഭാവികമായി ഉദ്യോഗസ്ഥ തലത്തിലുള്ള നിയമനങ്ങൾ സ്വാഭാവികമായി മാറും, അല്ലെങ്കിൽ അത് ആ നിലയ്ക്ക് നടത്തും. പക്ഷേ ബംഗാളിൽ ഇതിന് സമാനമായ രീതിയിലുള്ള നടപടി എടുത്തപ്പോൾ അവിടെ വിമർശനം ഉന്നയിച്ചത് രാഹുൽ ഗാന്ധി ആയിരുന്നു. അത് ഒരു തരത്തിൽ ന്യായീകരിക്കാൻ കഴിയില്ല എന്നുള്ള തരത്തിലേക്കുള്ള വിമർശനങ്ങളൊക്കെ തന്നെയും രാഹുൽ ഗാന്ധി അന്ന് ഉന്നയിക്കുകയും ചെയ്തിരുന്നു. അപ്പോൾ ബംഗാളിൽ ഒരു നിലപാട്, കേരളത്തിൽ മറ്റൊരു നിലപാട്. ആ നിലയ്ക്കാണോ ഇതിൽ രാഹുൽ ഗാന്ധിയാണ് മറുപടി പറയേണ്ടത് എന്നുള്ളൊരു കാര്യം കൂടി CPM-ഉം CPI ഉൾപ്പെടെയുള്ള പ്രതിപക്ഷ പാർട്ടികൾ മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. അതും പ്രധാനപ്പെട്ട ഒരു വിഷയമാണ്. കാരണം സുവേന്ദു അധികാരി അധികാരം ഏറ്റെടുത്തതിന് തൊട്ട് പിന്നാലെ നടത്തിയിട്ടുള്ള നടപടികളും ഇതിന് സമാനമായ രീതിയിൽ തന്നെ ആയിരുന്നു എന്നതാണ് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെയും വലിയ രീതിയിൽ വാർത്തകൾ വന്നിരുന്നത്. ആ വാർത്തകളോടുള്ള കോൺഗ്രസിന്റെയും രാഹുൽ ഗാന്ധി ഉൾപ്പെടെയുള്ള നേതാക്കളുടെയും പ്രതികരണം അത് എപ്രകാരമായിരുന്നു എന്ന് തന്നെയാണ് ഇവിടെയും ഈ വിഷയത്തെ കൂടുതൽ ചർച്ചാ വിഷയമാക്കുന്നത്. ആ നിലയ്ക്കുള്ള ഒരു മറുപടി ഇനിയിപ്പോൾ രാഹുൽ ഗാന്ധി ഈ വിഷയത്തിൽ പ്രതികരിക്കണമെന്നുള്ള ആവശ്യം കൂടി CPM-ഉം CPI-യും ഉൾപ്പെടെയുള്ള പ്രതിപക്ഷ പാർട്ടികൾ മുന്നോട്ട് വെക്കുന്നുണ്ട്. ആ നിലയ്ക്ക് ഇനിയിപ്പോൾ അവരെന്താണ് അതിനകത്ത് പറയാൻ പോകുന്നത് എന്ന് തന്നെയാണ് കേൾക്കാനിരിക്കുന്നതും. എന്തായാലും ബംഗാളിൽ ഒരു നിലപാട്, കേരളത്തിൽ മറ്റൊരു നിലപാട്, അതും ഇത്തരം ഒരു വിഷയത്തിൽ അങ്ങനെയാണോ എന്നാണ് ഇനി കാത്തിരുന്ന് കാണേണ്ടതുമായ. ശരി, എബിയാണ് വിവരങ്ങൾ നൽകിയത്. ഡോക്ടർ രത്തൻ യു ഖേൽക്കർ ഇന്ന് മുഖ്യമന്ത്രിയുടെ സെക്രട്ടറിയായി അധികാരമേൽക്കാൻ പോവുകയാണ്. മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ പദവിയിൽ നിന്ന് നേരിട്ട് സെക്രട്ടറി പദവിയിലേക്ക് വരുന്നത് വലിയ രാഷ്ട്രീയ വിവാദത്തിന് വഴിവെച്ചിരിക്കുകയാണ്.